ബിസ്മില്ല, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അൽഹംദുലില്ലാ, നമ്മളെല്ലാവരും റമളാൻ മാസത്തിലാണിപ്പോൾ. അപ്പോൾ നമ്മൾക്കെല്ലാവർക്കും റമളാൻ മാസത്തിൽ നമ്മൾക്ക് ആയുസ് വർദ്ധിപ്പിക്കാൻ പറ്റുമോ എന്നാരെങ്കിലും ചോദിച്ചാൽ എന്താണ് ഉത്തരം? അപ്പോൾ അൽഹംദുലില്ലാ, ഞാൻ പറയും റമളാൻ മാസത്തിൽ ആയുസ് അധികരിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമുക്കെല്ലാവർക്കും അത് കേൾക്കാം. അത് എങ്ങനെ അതിനെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് നമ്മൾ തന്നെ ശ്രദ്ധിക്കാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സ്വഹാബി വന്ന് വിട പറയാൻ വന്നു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നു, നബിയെ, ഈ സ്വഹാബി അന്ത്യ വിട പറയലാണ് എന്ന്. അപ്പോൾ അതായത് ഇനി വിട പറയാൻ ഈ സ്വഹാബി ഉണ്ടാവില്ല എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിട പറഞ്ഞു അയച്ചു. അപ്പോൾ ഈ സ്വഹാബി ഇങ്ങനെ കുറേ നടന്ന് ഒരു സ്ഥലത്തിലെത്തി, ഒരു നാട്ടിലെത്തി. ആ നാട്ടിലൊരു വയസ്സായ ഒരു പെണ്ണുങ്ങളുണ്ടായിരുന്നു. ആ പെണ്ണുങ്ങളോട് ചോദിച്ച് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുമോ, ഭക്ഷണ സാധനങ്ങൾ തരാം എന്ന്. അപ്പോൾ ആ പെണ്ണുങ്ങൾ വീടിൻ്റെ അകത്ത് പോയി കുറച്ച് നേരം കഴിഞ്ഞിട്ട് പുറത്ത് വന്നു. എന്നിട്ട് പറഞ്ഞ് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി തരാം. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം അവർക്ക് നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആ സ്വഹാബികളെ ഇടയിൽ ഉണ്ടായ ഒരു സ്വഹാബി പറഞ്ഞ്, ആരെങ്കിലും ഈ ഭക്ഷണം ഉണ്ടാക്കി തരുന്നവർ ഉണ്ടായിരിക്കാം. ഈ വയസ്സായ പെണ്ണുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റൂല. ഇത്രയ്ക്ക് നല്ല സ്വാദിഷ്ടമായ കുറേ ഉണ്ടാക്കിയ ഈ പെണ്ണുങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. സ്വഹാബി ചോദിച്ചു ഈ വയസ്സായ സ്ത്രീയോട്, ആരാണ് ഭക്ഷണം ഉണ്ടാക്കി തന്നത്? നിങ്ങൾക്ക് കുറേ വയസ്സായിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റൂല. അപ്പോൾ ആരാണ് ഭക്ഷണം ഉണ്ടാക്കി തന്നത്? അപ്പോൾ ആ വയസ്സായ സ്ത്രീ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ അകത്ത് 2 പെൺകുട്ടികളുണ്ട്. അവർക്ക് ഉമ്മയും ഉപ്പയും ഇല്ല. അവർക്ക് കല്യാണത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ സ്വഹാബി അത് കേട്ടതന്നെ ആ വീടിൻ്റെ പുറത്ത് പോയി അവരുടെ ഒന്നിച്ചിട്ടുണ്ടായിരുന്ന സ്വഹാബികളോട് പറഞ്ഞ്, ആരെങ്കിലും ഈ 2 പെൺകുട്ടികളെ, അതായത് അവർക്ക് കല്യാണം കഴിക്കാൻ്റെ സമയം വയസ്സ് കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരെ ആരാണോ കല്യാണം കഴിക്കുന്നത് അവർക്ക് ഞാൻ നല്ല സമ്പത്ത് കൊടുക്കാം എന്ന്. ആ സമയത്ത് അതിലുണ്ടായ സ്വഹാബികൾ രണ്ടാളും കല്യാണം കഴിച്ചു. ഈ യതീമായ 2 പെൺകുട്ടികൾ ഈ സ്വഹാബിന് വേണ്ടി ദീർഘായുസ്സിന് വേണ്ടി ദുആ